പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനു വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഇപ്രകാരം കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് നമ്മളോട് ശക്തമായി നമ്മളെ സഹായിക്കുകയും നടത്തുകയും ചെയ്തു. ഇന്ന് രാത്രി ക്ലാസ് എടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലാണ്. കഴിഞ്ഞ ചില എപ്പിസോഡുകളായി നമുക്ക് തുടർമാനമായി ക്ലാസ് എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ ശക്തീകരിച്ചു, സഹായിച്ചു. ഇന്ന് രാത്രിയിലും തന്നെ സഹായിക്കേണ്ടതിന്, ബലപ്പെടുത്തേണ്ടതിന് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പിന്നീട് ഇത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ മഹത്വം. ദൈവമേ സ്തുതിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നൊരു പകൽക്കാലം കൂടി തന്ന ദൈവമേ, ഹല്ലേലൂയ. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പച്ച. ഹല്ലേലൂയ. അനേക ഭവനങ്ങളിൽ ഇരുന്ന ദൈവമേ, അനേക ദേവദാസന്മാരോട് ഒന്നിച്ചിരുന്ന ദൈവമേ, ഇരിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഇന്നത്തെ ക്ലാസ് നല്ലൊരു അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങൾക്കൊക്കെ ഏറ്റെടുക്കുവാനും കേൾക്കുവാനും ഗ്രഹിക്കുവാനും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ദേശങ്ങളിൽ ഇരുന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊരു അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ. അതുപോലെ തന്നെ യൂട്യൂബിൽ കൂടിയും ദൈവമേ ഹല്ലേലൂയ ഇരുന്ന് കേൾക്കുന്നവർക്കൊക്കെ ഇത് ദൈവമേ ഗ്രഹിക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ. ഇത് ജീവിതത്തിന് ഒരു മാറ്റത്തിന് കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഹല്ലേലൂയ. ദൈവമേ ലാലു പാസ്റ്ററിനെയും ദൈവമേ ഷാജു പാസ്റ്ററിനെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ കൃപകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊരു ദൈവമേ മുമ്പോട്ട് ദൈവമേ ഇതൊരു നല്ലൊരു അനുഗ്രഹമായി ദൈവമേ ഇതൊരു മുമ്പോട്ട് ഒരു നല്ല നിലയിൽ നടക്കുവാൻ തക്കവണ്ണം കരുതുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പച്ച. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗ് നല്ലൊരു അനുഗ്രഹമായി തീരണമേ. ഈ ക്ലാസ് എടുക്കുമ്പോഴും ദൈവമേ ഹല്ലേലൂയ കേൾക്കുന്നവർക്കെല്ലാം ദൈവമേ അത് ഗ്രഹിക്കുവാനും പഠിക്കുവാനും എല്ലാം നല്ല അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. താങ്ക് യു. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ പ്രത്യേകിച്ച് ലാലിച്ചാന്, ഷാജി പാസ്റ്റർ തുടങ്ങിയ ആളുകൾക്ക് വന്ദനം പറയുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ അനുഗ്രഹമായ ക്ലാസ്സുകളുടെ ഒരാഴ്ച നമുക്ക് പിന്നിടുവാൻ ദൈവം സഹായിച്ചു. ഈ വെള്ളിയാഴ്ച അവസാനത്തെ ക്ലാസ്സായി നമ്മൾ കൂടി വരുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആളുകളുടെ ബാഹുല്യക്കുറവ് അനുഭവിക്കുന്നു എങ്കിലും നമുക്കത് നമ്മൾ ക്ലാസ്സിനെ ബാധിക്കാതിരിക്കട്ടെ. താല്പര്യമുള്ള ആളുകൾ, നമുക്ക് സാഹചര്യമുള്ള ആളുകളൊക്കെ ഇതിൽ കയറുന്നുണ്ടല്ലോ. ബാക്കിയുള്ള ആളുകൾ യൂട്യൂബിലും ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ഇടയായി തീരട്ടെ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ധാർമ്മികതയും അല്ലെങ്കിൽ ദൈവശാസ്ത്ര ചിന്തകളും അപ്പോസ്തലനായ പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകളും ധർമ്മോപദേശങ്ങളുമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പ്രാരംഭമായി ചില കാര്യങ്ങൾ പറയുവാൻ ഇടയായി തീർന്നു. നമുക്ക് ഇന്ന് കൂടി അതിന്റെ ഒന്ന് രണ്ട് ഭാഗം കൂടി നമ്മൾ പഠിച്ച ശേഷം നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. കാരണം ഇങ്ങനെ നമുക്ക് പഠിക്കാൻ സാധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത് ചിന്തിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ എത്തിക്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയാതെ പോകും എന്നുള്ളത് കൊണ്ട് വിഷയത്തോടെ നീതി പുലർത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ അതിന്റെ പ്രാരംഭ ചിന്തകളിലേക്ക് വന്നല്ലോ. അതിന്റെ ഏത് ഭാഷയാണ് അതിന്റെ ഈത്തോസ് അഥവാ ഗ്രീക്ക് ഭാഷയുടെ ധർമ്മശാസ്ത്രത്തിൽ ഗ്രീക്ക് ഭാഷ എന്താണ് പറയുന്നത്, എബ്രായ ഭാഷ എന്താണ് പറയുന്നത്, അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇനി നമ്മൾ ഇന്ന് പെട്ടെന്ന് കമ്പിവാചകങ്ങളിൽ പെട്ടെന്ന് ഞാൻ ഒത്തിരി വിശാലമാക്കാതെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ക്രിസ്തീയ ധർമ്മശാസ്ത്രവും വീക്ഷണങ്ങളും രീതികളും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിലയിൽ അതുകൂടി പഠിച്ചിട്ട് നമുക്ക് അതിലേക്ക് പ്രവേശിച്ചെങ്കിലേ കൃത്യമായി നിങ്ങൾക്കത് മനസ്സിലാകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. കാരണം
ഈ എത്തിക്സ്, ക്രിസ്ത്യൻ എത്തിക്സ് എന്ന് പറയുന്ന ഈ ദൈവശാസ്ത്ര ശാഖ വളരെ കാര്യപ്രസക്തമായി ബൈബിൾ സ്കൂളുകളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയായതുകൊണ്ട് അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ എങ്കിലും നമുക്ക് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ കൂടി അല്പം കൂടി നിന്ന് മുമ്പോട്ട് പോകാം എന്ന് വിചാരിക്കുന്നത്. ഇതിന്റെ പ്രാരംഭമായി ഞാൻ പറയട്ടെ, ഇതിന്റെ ടേംസുകളെല്ലാം ഒന്നും മനസ്സിലായില്ല എങ്കിൽ പോലും, ഇതിന്റെ അർത്ഥങ്ങളെല്ലാം ഒന്നും ഗ്രഹിച്ചില്ല എങ്കിൽ പോലും, ഇതിന്റെ ഹെഡിങ് എല്ലാം നമ്മൾ ഓർത്തില്ല എങ്കിൽ പോലും ഈ സംഗതി എന്താണെന്ന് നമുക്കൊന്ന് അറിയാനുള്ള ഒരു ശ്രമം, അതാണ് ഈ ഇൻട്രഡക്ഷനിലൂടെ നമുക്ക് പറയുന്നത്. എനിക്കറിയാം പഠിക്കുന്ന ആളുകളുടെ സംബന്ധിച്ചുള്ള അവരെ ഞാൻ പരിഗണിക്കുന്നു. അവരാരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും നമ്മളിത് പഠിക്കാതെ പോയാൽ ഇത് നമുക്കൊന്ന് മനസ്സിലാകണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങളതെല്ലാം ഓർത്തിരുന്നില്ല എങ്കിൽ പോലും നമ്മൾ ഇത് ഫുട് നോട്ട് എഴുതുന്ന ആളുകൾക്ക് എഴുതിയെടുക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ഭാഗം മാത്രം ചിന്തിച്ചതുകൊണ്ടാണ് നോട്ട് ഇടാഞ്ഞത്. നാളെ രാവിലെ ഈ ഭാഗം കൂടി കൂട്ടി നോട്ട് പൂർണ്ണമായിട്ട് ഇടുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർപ്പിച്ച് നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, ധർമ്മശാസ്ത്രത്തിന്റെ വിവിധ രീതികൾ അഥവാ മോഡൽസ് ഓഫ് എത്തിക്സ് ഡിസ്കോഴ്സ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചിന്തകൾ ചൂടെ ചേർത്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചതാണ് ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് അഥവാ ധർമ്മബന്ധിതമായ നീതിശാസ്ത്രം എന്ന് പറയുന്നത്. ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് അഥവാ ധർമ്മബന്ധിതമായ നീതിശാസ്ത്രം. അത് നീതിശാസ്ത്രം, അതായത് കടമബന്ധിതമായി കടമ നിർവഹിക്കുക എന്നുള്ള ഡ്യൂട്ടി ഓറിയന്റഡ് എത്തിക്സ് എന്നാണ് അതിന് പറയുക. കടമ നിർവഹണവുമായി ബന്ധപ്പെട്ട നീതിശാസ്ത്രം എന്നാണ് അതിനെ പറയുക. എന്ന് പറഞ്ഞാൽ അല്പം ലിംഗ്വിസ്റ്റിക് ആയിട്ട് നിയമവാദപരമായി നമ്മൾ യൂണിവേഴ്സൽ സാർവത്രികമായി അംഗീകാരമുള്ള, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് വേദ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഈ ശാസ്ത്ര നിർമ്മാതാക്കൾ, എത്തിക്സിന്റെ പഠിതാക്കൾ അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ ഇതിനെ നിർവഹിച്ചിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക, ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളും അഥവാ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ഒരു കടമ നിർവഹിക്കുന്നതിലൂടെയാണ്. ഈ മനുഷ്യനെല്ലാം നമ്മളെല്ലാം ഇൻഡിപെൻഡന്റ് ആണ്, നമ്മളെല്ലാം സ്വതന്ത്രരാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു പാരതന്ത്രത്തിലാണ്, അഥവാ നമ്മളെല്ലാം ഒരു ബന്ധനത്തിലാണ് എന്നുള്ളതാണ്. അപ്പം വാസ്തവത്തിൽ ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാം ഇന്റർഡിപെൻഡന്റ് ആണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാം ഇന്റർഡിപെൻഡന്റ് ആണ്, ഒന്നിനോടൊന്നും കടംപെട്ടിരിക്കാതെ, നമുക്ക് കടപ്പാടും കടമകളും നിർവഹിക്കാതെ, ഉണ്ടെന്ന് മനസ്സിലാക്കാതെ, ഞാൻ കടമ നിർവഹിക്കേണ്ട വ്യക്തിയാണെന്ന് തിരിച്ചറിവും ബോധ്യമില്ലാതെ നമുക്ക് ആർക്കും നിൽക്കാൻ കഴിയില്ല. ഏറ്റവും വളരെ പ്രധാനമായിട്ടൊരു കാര്യം, നമുക്കൊക്കെ ജീവിക്കാൻ ലോകത്തിൽ ഏറ്റവും പ്രധാനമായി ലോകത്തിൽ ആവശ്യമുള്ളത് ഭക്ഷണം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഭക്ഷണമില്ലാതെയും ജീവിക്കുന്ന ആളുകളുണ്ട്, ഭക്ഷണമില്ലാതെയും ജീവിക്കാം. നമ്മളൊക്കെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഭക്ഷണത്തിന് അത്ര പ്രാധാന്യം നമുക്ക് പരിമിതമായി നമ്മുടെ ജീവൻ നിലനിർത്താൻ മതിയെങ്കിൽ പോലും ആവശ്യമായത് മതി. അതെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് ധാരാളിത്വം ഒന്നും വേണമെന്നില്ല. എന്നാൽ ഓക്സിജൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുക? എനിക്കാരും വേണ്ട, ഞാൻ ഡിപ്പെൻഡഡ് ആണ്, ഞാൻ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ലാപ്പന്റെ ബാറ്ററി ഡൗൺ ആയിരുന്നു. ശ്രദ്ധിക്കുക, നമ്മളെല്ലാം ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇന്റർഡിപെൻഡന്റ്, നമുക്ക് ആർക്കും പരസ്പരം സഹായമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കടമ നിർവഹിക്കുക എന്ന അദമ്യമായ ഏറ്റവും പ്രബലമായ ഒരു ആശയം നമ്മളിൽ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ശാസ്ത്രശാഖ. ഇനി ശ്രദ്ധിക്കുക, ഈ എല്ലാ അടിസ്ഥാനപരമായി നമ്മൾ ഈ കടമ നിർവഹിക്കുക എന്ന് പറയുമ്പോൾ തന്നെ സ്നേഹത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. പരസ്പര സഹായം നൽകുന്നതോടൊപ്പം തന്നെ സ്നേഹം എന്ന് പറയുന്ന പരമപ്രധാനമായ ആ സത്തയ്ക്ക് അഥവാ ആ ദൈവിക അംശത്തിന്, മാനുഷിക മൂല്യത്തിന് നമ്മൾ പരമാവധി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള
ജീവിതം മുൻപോട്ട് നയിക്കണം. അതാണ് ഇത് മുൻപോട്ട് വെക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, അപ്പം എന്താണ് ശരി എന്നതാണ് പ്രധാനമായി ഈ ഭാഗം നമുക്ക് ചിന്തിക്കാൻ കഴിയുക. ശരി എന്ന് പറയുക എന്താണ് ശരി? എന്റെ ജീവിതത്തിൽ ഞാൻ ശരിയായി കാണുന്നത് എന്താണെന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ നമ്മൾ ആകുക എന്നുള്ളതാണ് ഈ ഭാഗം ധർമ്മബന്ധിതമായി അല്ലെങ്കിൽ കടമ നിർവഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ ശരിയെന്ന് ചിന്തിക്കുന്നതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ബോധ്യമായി തന്നെയാണ് നമ്മൾ ശരിയെന്ന് പറയുന്നത്. എന്റെ കാഴ്ചപ്പാടിന് ബോധ്യം ശരിയെന്ന് ഞാൻ വിലയിരുത്തുന്നതിന്, എന്റെ ബോധ്യങ്ങൾ, എന്റെ അറിവ്, എനിക്കുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ നേടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ എന്തിനെ കുറിച്ചുമായിക്കൊള്ളട്ടെ, അപ്പം ഞാൻ ഒരു കാര്യം ശരിയാണെന്ന് എന്നെ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കുറെ ശരികൾ ഉണ്ടാവണം. അത് എന്റെ ഞാൻ നേടിയ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഇത് മുൻപോട്ട് വെക്കുക. ഇനി ശ്രദ്ധിച്ചേ, സ്വാഭാവികമായി നമുക്കറിയാം ചില നിയമങ്ങളോടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ജീവിക്കുക. കടമകളും കടപ്പാടുകളും, അപ്പൻ അമ്മ, മക്കൾക്ക് തിരിച്ച് അപ്പനമ്മയോട്, പിന്നെ സഹജീവികളോട്, സഹപ്രവർത്തകരോട്, അവരനോട്, അങ്ങനെ 100 ബന്ധങ്ങളുമായി കടമ നിർവഹിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാമൂഹ്യ നിയമങ്ങളോട്, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട നിയമങ്ങളോട്, നമ്മളെല്ലാം സ്വർഗീയ പൗരന്മാരാണെന്നൊക്കെ അവകാശപ്പെട്ടാലും നമുക്ക് ആധാർ ഉണ്ടാവണം. നമുക്ക് ഈ ഭൂമിയിൽ ഗവൺമെന്റ് മുൻപോട്ട് വെച്ചിട്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാം കടമയിൽ അധിഷ്ഠിതമായ, കടപ്പാടുകൾ അടിസ്ഥിതമായ ഒരു ജീവിതം നയിക്കുന്നു എന്നുള്ളതാണ് ഇത് മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഇനി ശ്രദ്ധിക്കുക, രണ്ടാമത്തെ കാര്യം ടെലിയോളജിക്കൽ എത്തിക്സ്. TELELOGICAL, ടെലിയോളജിക്കൽ എത്തിക്സ് അഥവാ ലക്ഷ്യാധിഷ്ഠിതമായ രീതി. ഈ ധർമ്മശാസ്ത്ര രീതിയിൽ ഏറ്റവും ഉയർന്ന ഒരു ശാസ്ത്രശാഖയായി ഭാഗമായിട്ടാണ് ഇതിനെ പരിഗണിക്കുക. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നന്മ, അവനിലുണ്ട നന്മ, മനുഷ്യൻ എന്ന് പറയുന്ന സത്തയ്ക്ക്, അല്ലെങ്കിൽ അതിന്, മനുഷ്യന് തീർച്ചയായിട്ടും ഒരു നന്മ ഉണ്ടാവണം. ആ നന്മയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നന്മ ചെയ്യുക, നന്മയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഈ ശാസ്ത്രശാഖ മുമ്പോട്ട് വെക്കുന്ന കാര്യം. ഇനി ശ്രദ്ധിച്ചേ, മനുഷ്യന്റെ എല്ലാം അടിസ്ഥാനപരമായി ആഗ്രഹം എന്ന് പറയുന്നത് സന്തോഷമാണ്. സന്തോഷകരമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എന്നാൽ ഈ സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് ആത്യന്തികമായി ചില ലക്ഷ്യങ്ങളുടെ, ചില കാരണങ്ങളുടെ, ചില പൂർത്തീകരണങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവന് സംതൃപ്തമായി ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. ഈ സംതൃപ്തി എന്ന് പറയുന്നത് ധാരാളിത്തമല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ തൃപ്തിയാണ്. മനസ്സ് മതി എന്ന് പറയുന്ന, നിറഞ്ഞു എന്ന് പറയുന്ന, മനസ്സ് ഇത്രത്തോളം മതി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയാണ് ഞാൻ ഐ എം ഓക്കെ എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മളിൽ എപ്പോൾ രൂപപ്പെടുമോ അവിടെയാണ് സംതൃപ്തി എന്നുള്ളത് ഉണ്ടാവുന്നത്. ശ്രദ്ധിച്ചേ, അല്ലെ? അത് ഈ പണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തിന്റെയും ഒരു ധാരാളിത്തമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറന്നു പോകരുത്, നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിട്ടു പോകരുത്. ഇപ്പം ആത്യന്തികമായി നമുക്ക് നമ്മളിലുള്ള സത്തയെ, നന്മയെ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ എപ്പോഴാണ് കഴിയുക? നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണോ? അല്ല, നമുക്കെപ്പോഴും അപരനിലേക്കുള്ള സഞ്ചാരം, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കുള്ള ഒരു സഞ്ചാരത്തിന്, മറ്റുള്ളവരിൽ എത്തിച്ചേരാൻ കഴിയുക. നമ്മളെല്ലാം ആത്യന്തികമായി സുവിശേഷം പറയുന്ന ആളുകളോ അല്ലെങ്കിൽ സുവിശേഷം പങ്കുവെക്കുന്ന ആളുകളോ, നമ്മളെല്ലാം ജീവിക്കുന്നത് തന്നെ സുവിശേഷം പഠിക്കുന്നത് തന്നെ സുവിശേഷം പങ്കുവെക്കണം എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യം കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നമ്മളിൽ ഒരു നന്മയുണ്ടെന്ന് നാം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നന്മ മറ്റുള്ളവരിലേക്ക് പകരപ്പെടുമ്പോഴാണ് അവരിൽ എത്തിച്ചേരാൻ ഉള്ള ഒരു പാലമായി വർത്തിക്കുന്നത് നമ്മളിൽ അടങ്ങിയിരിക്കുന്ന നന്മയാണ്.
ഒന്നുകൂടി ഞാൻ പറയാം, ഒരു അപരനിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമ്മുടെ മധ്യത്തിൽ ഒരു പാലമായി വർത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു മുഖാന്തരം, ഒരു ചാലക ശക്തിയായി വർത്തിക്കുന്നതാണ് നമ്മളുടെ നന്മ എന്ന് പറയുന്നത്. എവിടെ നമുക്ക് നന്മ ചെയ്യാൻ കഴിയുമോ അവിടെ നമ്മളെന്ന വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടാകുക, സാധ്യതയുണ്ടാകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ നന്മ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നതിന് നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ച പ്രിയമുള്ളവർ, ഒന്നുകൂടെ പറയാം, നമുക്കൊരു ഗുണം ചെയ്യാൻ, ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്യാൻ നമുക്ക് കഴിയുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നാം അവരിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ആ ഗുണമാകാം, അല്ലെങ്കിൽ ആ നന്മയാകാം, ആ സത്യമാകാം, ആ ലളിതമായി പറഞ്ഞാൽ ഒരു ഉപകാരമാകാം നമുക്ക് അവരിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പാഠമായി വർത്തിക്കുന്നു. അപ്പൊ ഇത്രയുമുള്ളൂ ഇത് ഒരു ലക്ഷ്യം വെക്കുന്നത്. ഇത് നമ്മളെ ഈ ഭാഗം പഠിപ്പിക്കുന്നത് കൃത്യമായി ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മുടെ സദ്ഗുണങ്ങളെ ഉപയോഗിക്കാൻ കഴിയുകയും അതുവഴി വളരെ സത്തയുള്ള, ഗുണമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുക. ഇനി ശ്രദ്ധിച്ചേ, ദൈവരാജ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വർഗരഹിത സമൂഹം എന്ന് പറയുന്നത്, പുതിയ ഭൂമി എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഒരുപാട് നന്മയുടെ മാത്രം കേദാരങ്ങളെ, കൂടാരങ്ങളെ, അല്ലെങ്കിൽ കൂട്ടങ്ങളെ, നന്മയുടെ മാത്രം അവസ്ഥകളെ നമ്മൾ എപ്പോഴും സ്വപ്നം കാണുകയും അതിനുവേണ്ടി വാഞ്ചിക്കുകയും ചെയ്യുന്ന ആളുകൾ അല്ലേ? നമ്മളെല്ലാം ആത്യന്തികമാക്കിയിരിക്കുന്ന സ്വർഗത്തിൽ പോകാനാണ്, അല്ലേ? നിങ്ങൾ പറയുമോ? ഇല്ല. അപ്പൊ നമ്മുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം അതാണ്. പക്ഷേ ഈ ലക്ഷ്യപൂർത്തീകരണത്തിന് ഒരു പ്രായോഗിക വശമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതെവിടെയായി? ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്ന, നമ്മളൊക്കെ സ്വപ്നം കാണുന്ന, നമ്മുടെ സ്വപ്നം പൂർണിമെന്ന് നമ്മളൊക്കെ ആത്യന്തികമായി വിശ്വസിക്കുന്ന, ഞാൻ എപ്പോഴും എന്റെ പ്രാർത്ഥനകളിലും എന്റെ ജീവിതത്തിലും എന്റെ കൊടുക്കൽ, എന്റെ ക്രയവിക്രയങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും ഒരു സദ്ഗുണങ്ങൾ മാത്രമുള്ള, ദുർഗുണമില്ലാത്ത സദ്ഗുണങ്ങൾ മാത്രമുള്ള ഒരു ലോകത്തെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട് അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ ക്രമീകരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നമ്മൾ തൃണവൽഗണിച്ച്, അല്ലെങ്കിൽ അതിനൊക്കെ തടസ്സം മാറ്റി ഈ സത്ത ഉൾക്കൊള്ളുന്ന, നന്മ ഉൾക്കൊള്ളുന്ന, അത് മാത്രമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായി ഞാൻ സമൂഹം ആണെന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ അതിന്റെ ബോധ്യത്തിൽ നമ്മൾ അതിനു വേണ്ടി അതിന്റെ എത്തിച്ചേരാനുള്ള ഒരു വലിയ പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ശ്രദ്ധിച്ചേ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയോട്? നമുക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവരോട്? ഈ ലോകത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയാമോ? ഇപ്പോഴത്തെ സമൂഹത്തിന്റെ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആരും മിണ്ടുന്നില്ല. എല്ലാവരും സംസാരിക്കുന്നുണ്ട്, സകല ആളുകളും സംസാരമാണ്, എല്ലാ ആളുകളും സംസാരിക്കുന്നു, പക്ഷെ ആരും മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആളുകളും ഒളി ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുത്തിലൂടി, അക്ഷരങ്ങളിലൂടെ സംസാരിക്കുന്ന ആളുകളുണ്ട്, ഭാഷയിലൂടി അല്ലെങ്കിൽ നല്ല പ്രഭാഷണങ്ങളിലൂടെ സംസാരിക്കുന്ന ആളുകളുണ്ട്. നമ്മളെല്ലാം ഈ വാട്സപ്പിലേക്ക് രാവിലെ നമ്മൾ പോലും അറിയാതെ നന്മയുടെ മാത്രം, നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന നന്മയുടെ ഒരുപാട് സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട്. ഒരുപാട് സന്ദേശങ്ങൾ. ഞാനും അതങ്ങനെ എഴുതുന്ന ഒരാളാണ്. ഇന്നിപ്പോ ഏകദേശം 1200 1210 ഈ സന്ധിക്കാൻ എഴുതി തീർത്തത്. 1210 എഴുതിയത്. ഞാൻ പറഞ്ഞത്, ഇപ്പൊ എന്റെ ഈ മൊബൈലിലേക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു മെസ്സേജ് വരും. ദൈവം നിന്നെ തലയല്ല വാലിന്റെ തലയാക്കും, ദൈവം നിന്റെ അതിരുകൾ വിശാലമാക്കും, ദൈവം നിനക്ക് വേണ്ടി വലിയ നന്മകൾ ചെയ്യും. വാക്യത്തിന്റെ നമ്മൾ വെറുതെ പറയല്ല, എല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഉഗ്രൻ ഒരു മെസ്സേജ് രാവിലെ ഒരാൾ വിടും. ഏകദേശം ഒരു 10 മണിയാകുമ്പം അദ്ദേഹം വീണ്ടും ഒരു മെസ്സേജ്, അതൊരു ഫോർവേഡ് മെസ്സേജാണ്. എനിക്ക് ഒരു റീചാർജ് ചെയ്യാൻ 100 രൂപ ഇടുമോ? അതൊരു ഒരു മെസ്സേജ് ഒറ്റ അടിയാ. എല്ലാവരും 100-200 പേർ ഒന്നിച്ചു പോകും. പുള്ളിക്ക് ആകെ ഈ 2 മിനിറ്റ് കൊണ്ട് ഈ മെസ്സേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്നുള്ള ഒറ്റ അടിയാ എല്ലാവർക്കും ചെല്ലും. രാവിലെ 6 മണിക്ക് ഇന്ന് പുള്ളി ഇതേ മെസ്സേജ്
ദൈവം നിന്നെ തലയല്ല വാലാക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര ശക്തമായ ദൂതും വെളിപ്പാടും പറഞ്ഞ് നമ്മളെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് പുള്ളി 10 മണിയാകുമ്പോൾ പുള്ളിയുടെ പണി തുടങ്ങും. പുള്ളി എങ്ങനെയാലും നമ്മുടെ ആദ്യമൊക്കെ അയച്ചു കൊടുത്തിരുന്നു. എന്നാ അറിയുമോ, 100 രൂപയുടെ കേസല്ലേ. പുള്ളിക്ക് ആകെ ഉള്ള 2 മിനിറ്റിന്റെ പരിപാടിയുള്ളൂ. എങ്ങനെയാണെങ്കിലും ഉച്ചയാകുമ്പോൾ പുള്ളി ഒരു 10,000 രൂപ എന്ത് ചെയ്യും, അതിൽ നിന്നും പലതും അയച്ചു കൊടുത്ത് പുള്ളി സ്വരൂപിക്കും, പുള്ളി നേടും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? എന്ത് പറയാൻ കാര്യം, നമ്മളെല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആകുകയും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ത്വര നമ്മളിപ്പം സജീവമായി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു ലോകം, നന്മകൾ മാത്രമുള്ള ഒരു ലോകം, നമ്മളെല്ലാം ജീവിതം അതുകൊണ്ട് തന്നെ എത്രയോ കൃത്യമായ ക്രമീകരണത്തിലൂടെയാണ് പോകുന്നത്. വചനം വായിക്കുക, അതനുസരിച്ച് ജീവിക്കുക, നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ പരാവർത്തനം ചെയ്യുക, ജീവിതത്തിലൂടെ പങ്കുവയ്ക്കുക, അങ്ങനെ വളരെ കൃത്യമായിട്ട് പോവുക. പക്ഷേ അതിനോടൊപ്പം തന്നെ ചില ധാർമ്മിക മൂല്യങ്ങൾ കൂടി, ചില ധാർമ്മിക കടപ്പാടുകൾ കൂടി നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ കടപ്പാടുകളുടെ നിർവഹണത്തിലാണ് വാസ്തവത്തിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള ആ യാത്രയ്ക്ക് ആയാസം കുറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ആ ലക്ഷ്യപൂർത്തീകരണത്തിന് നമ്മുടെ യാത്ര ലഘുവാക്കുന്നത്, ലളിതമാക്കുന്നത് നമ്മൾ ഈ പ്രായോഗികമായി നിർവഹിക്കപ്പെടേണ്ട കടമകൾ നിർവഹിക്കപ്പെടുന്നതിലൂടെയാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയും. നമ്മളാരും പോസ്റ്റൽ വഴി നീന്തൽ പഠിക്കാനോ കരോട്ട പഠിക്കാനോ ശ്രമിക്കുന്ന ആളുകളല്ല, അല്ലേ? നമുക്കെല്ലാം കൃത്യമായിട്ടൊരു അജണ്ടയുണ്ട്, കൃത്യമായിട്ടൊരു അറിവുണ്ട്, കൃത്യമായിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ ഒരു കരിക്കുലം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കൃത്യമായ അജണ്ടയാണ്, കൃത്യമായ ഒരു കരിക്കുലമാണ്, ഒരു പാഠ്യപദ്ധതിയാണ്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ആ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പാഠ്യ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുകയും മുൻപോട്ട് നീങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കരിക്കുലം നമുക്ക് ലഭിക്കുന്നത് ബൈബിളിൽ നിന്നാണ്, അല്ലെങ്കിൽ പ്രമാണത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതിലൂടെ തന്നെ. പക്ഷേ ഇതിന്റെയൊക്കെ ഒരു പ്രായോഗിക വശം, ഇപ്പം കേരളത്തിലെല്ലാ മലയാളം സർക്കാർ സ്കൂളുകൾ പഠിക്കുന്ന ആളുകളുടെ EPDP എന്ന ഒരു പരിപാടി ഉണ്ട്, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കുന്നു അതിനൊക്കെ ഒരു പ്രായോഗിക പരിശീലനം കൊടുത്താണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പിള്ളേർ കുറച്ചുകൂടിയൊക്കെ ഒന്ന് വൈബ്രന്റ് ആയിട്ട്, നല്ല ലക്ഷ്യബോധമുള്ളവരായി, പ്രവൃത്തി പരിചയമുള്ളവരായി ജീവിക്കാൻ, ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് കുറച്ചുകൂടി കാമ്പും കഴമ്പുമുള്ളവരായി ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നാണ് വെക്കുക. ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ ഒരു ഉത്തരം കൊണ്ടുവന്നു. ലക്ഷ്യാധിഷ്ഠിതമായ ഒരു ധർമ്മശാസ്ത്ര ബോധം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രയാണത്തിൽ സഹായിക്കുന്ന ഒരുപാട് നന്മയുടെ അംശങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെയും സമൂഹത്തെയും കെട്ടിപ്പടുക്കുക, അതാണ് ഇത് ലക്ഷ്യമാക്കുന്നത്. ഇനി മൂന്നാമത്തത്, ഉത്തരവാദിത്വപരവും ആപേക്ഷികവുമായ രീതി. ഉത്തരവാദിത്വപരവും ആപേക്ഷികവുമായ രീതി അഥവാ റെസ്പോൺസിബിലിറ്റി, റിലേഷണലിസ്റ്റിക് എത്തിക്സ് എന്ന് പറയുക. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വമുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യത്തക്ക നിലയിൽ ഒരു ബന്ധിതമായിരിക്കുന്ന അവസ്ഥ ഉള്ള ഒരു പഠനശാഖ. ശ്രദ്ധിക്കുക, നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹത്തിൽ എപ്പോഴും വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്, വെല്ലുവിളികളെ നേരിടുന്ന ആളുകൾ. ഈ വെല്ലുവിളികൾ നമ്മൾ നേരിടുമ്പോൾ പലതരത്തിലാണ് നമ്മൾ ഇതിനോട് സമീപിക്കുന്നത്. ഒന്ന്, ധാർമ്മികമായി നമ്മൾ ഒരു സമീപനം എല്ലാ വെല്ലുവിളികളോടും, ചോദ്യങ്ങളാകട്ടെ, വെല്ലുവിളികളാകട്ടെ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പരിശോധനകളാകട്ടെ, പരീക്ഷകളാകട്ടെ, പ്രലോഭനങ്ങളാകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അതിനോടൊക്കെ ഒരു ധാർമ്മികപരമായ ഒരു സമീപനം നമുക്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം അനുസരിച്ച് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എനിക്കിത് ചെയ്യാവോ ചെയ്യാതിരിക്കാമോ, എനിക്കിതിന് വഴങ്ങാവോ വഴങ്ങാതിരിക്കാമോ, എനിക്കിതിനെ എതിർക്കാതിരിക്കാമോ, ഞാൻ എന്തുകൊണ്ട് എതിർക്കണം, എന്തുകൊണ്ട് എതിർക്കാൻ പാടില്ല, ഇങ്ങനെ 100 കണക്കിന് ധാർമ്മികമായ എത്തിക്കലായിട്ടുള്ള ഒരു സമീപനം ഏത് വെല്ലുവിളികളോടും
ചോദ്യങ്ങളോടും വിഷയത്തോടും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല കാര്യങ്ങളോടും നമുക്കുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് നിഷിദ്ധമെന്ന് നമ്മൾ പറഞ്ഞ് സമൂഹത്തിന്റെ മധ്യത്തിലാകാൻ നമ്മൾ വേണ്ട, നോ എന്ന് പറഞ്ഞ് നമ്മൾ ചില ഭക്ഷണത്തിലൂടെ നമ്മൾ നോ എന്ന് പറയാറ്. ചില തീരുമാനങ്ങളോട് ഞങ്ങൾക്കത് പാറ്റത്തില്ല കേട്ടോ എന്ന് പറയാറുണ്ട്. ചില കാര്യങ്ങളോട് നമ്മൾ വളരെ കട്ട് ആൻഡ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നോ എന്ന് പറയാറുണ്ട്. ചിലരോട് നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായ ധാർമ്മികമായ മൂല്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഏതാണെങ്കിലും നമ്മൾ ഒരു എത്തിക്കൽ ഒരു കോൺസെപ്റ്റിൽ ഒരു പരിപ്രേക്ഷ്യം നമ്മൾ നടത്താറുണ്ട് ഇതിനോട്. രണ്ടാമത്, നമ്മൾ മെന്റലി മാനസികമായി നമ്മൾ ഇതിനോട് സമീപിക്കുന്നതാണ്. എന്തൊരു വിഷയത്തോടും നമുക്കുള്ള മാനസിക സമീപനം ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മളതിനെ എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ തിരസ്കരിക്കുന്നു. ഈ സ്വീകരണം പോലെ തന്നെയാണ് തിരസ്കരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നതും നമ്മളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതും ഒക്കെ എല്ലാം ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന വിജയങ്ങളിൽ മാത്രം നമ്മൾ ആഹ്ലാദം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നാളെ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നത്. അതിനുപരി നമുക്ക് വിജയങ്ങളിൽ ഉന്മാദ ചിത്തരായി തീരുമ്പോൾ തന്നെ നമ്മുടെ പരാജയങ്ങൾ കൂടി ആഘോഷമാക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ ഒരു സാധാരണ മനുഷ്യനായി എല്ലാത്തിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുക. ശ്രദ്ധിച്ചേ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയത നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഭൗതികതയിൽ നമ്മുടെ ആത്മീയത തീർച്ചയായിട്ടും നമ്മുടെ സാധാരണ ജീവിതമായി ബാലൻസ് ചെയ്ത് പോകണം. നമ്മളൊക്കെ മ്യൂസിക് പ്രോഗ്രാമിൽ പോകുന്ന ആളുകളാണ്. ഒരു സ്റ്റേജിൽ ഒരുപക്ഷെ 5000 വാട്ട്സിന്റെ 2000 വാട്ട്സിന്റെ ഒക്കെ മോണിറ്റർ വെച്ചാൽ പോലും ഇന്നത്തെ പ്രാസംഗിക ഞങ്ങൾക്ക് മതിയാകാം. പ്രാസംഗികർക്ക് പോലും എന്ത് ചെയ്യാം, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന ആളുകൾക്ക് പോലും അത്രയും മോണിറ്റർ പോരാ. മോണിറ്റർ കൂട്ട് ഡിലേ ഇത് കൂട്ട് അതിന്റെ കീഴിൽ നിന്നാണ് നമ്മൾ ചെവി കേൾക്കാവോ അത് കേൾക്കാവോ എന്നൊക്കെ പറഞ്ഞ് ഈ അഭ്യാസ പ്രകടനം നമ്മൾ കാണിക്കുന്നു. തെറ്റൊന്നും അല്ല, ഞാൻ ആരെയും വിമർശിക്കുകയല്ലേ. ശ്രദ്ധിച്ചേ, നമ്മൾ ഈ ചെണ്ട കൊട്ട് കേട്ടിട്ടുള്ള ആളുകളാണല്ലോ. പണ്ട് ചെണ്ട കൊട്ട് ഉള്ളോടത്ത് പോയിട്ടുള്ളവരും വെടിക്കെട്ട് കേട്ടിട്ടുള്ളവരും വെടിക്കെട്ട് നടത്തുന്ന ഇടങ്ങളിൽ പോയി അങ്ങനെ നമ്മൾ ജീവിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, ഈ ചെണ്ട കൊട്ട് കേൾക്കുന്ന ആളുകള് ചെണ്ടകൊട്ട് നല്ലോണം ചെണ്ടകൊട്ട് കേട്ട് കുറച്ച് കഴിയുമ്പം അത് നിന്ന് കഴിഞ്ഞാലും നമ്മുടെ ചെവിക്കകത്ത് എന്ത് ചെയ്യും, ആ കൊട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, കേട്ടോണ്ടേയിരിക്കും അല്ലേ, കേട്ടോണ്ടേയിരിക്കും. അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇങ്ങനെ നമ്മളിങ്ങനെ ഓർമ്മകൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ ആ താളം ഇങ്ങനെ കടന്നുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ഒരു വിഷയത്തോടുള്ള ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്തപരമായ ഈ ധർമ്മശാസ്ത്ര രീതിയിൽ നമുക്ക് നമ്മുടെ മാനസിക അവസ്ഥ ഏറെ പ്രാധാന്യമാണ്. നമ്മുടെ ആത്മീയത നമുക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ സാധാരണ ജീവിതം ബാലൻസ് ചെയ്തേ മതിയാകൂ. മനസ്സിലായോ? നമ്മുടെ സാധാരണ ജീവിതവും നമ്മുടെ ആത്മീയതയും സന്തുലിതാവസ്ഥയിൽ ഒരുപോലെ പോയില്ല എങ്കിൽ, ഒരേ തട്ടിൽ പോയില്ല എങ്കിൽ, ഒന്നെങ്കിൽ നമുക്ക് മുതുവട്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്മാറ്റക്കാരനുമായി പോകും. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ ആത്മീയത സാധാരണ ജീവിതവുമായി സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ കഴിയാത്തത്രയും കാലം ഒന്നെങ്കിൽ മുഴുവട്ടായി പോകും, അല്ല എങ്കിൽ നമുക്ക് പിന്മാറ്റക്കാരനായി ജീവിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ആത്മീയതയുടെ ഔന്നത്യത്തിൽ നമുക്കൊരു പക്ഷേ ബന്ധങ്ങൾ വേണ്ടെന്ന് പറയാം, ഉത്തരവാദിത്വം വേണ്ടെന്ന് പറയാം. ഈ ആത്മീയതയുടെ ഔന്നത്യം, ആത്മീയത കൂടി അതിന്റെ പിനാക്കിളിൽ അഥവാ അഗ്രത്തിൽ ഏറ്റവും ഹിമാലയൻ ആത്മീയതയുടെ ഉണ്ടാകുമ്പോൾ നമുക്ക് പലതും നോ എന്ന് പറയാനുള്ള ഒരു ത്വര ഉണ്ടാകും. ത്വര അല്ലേ? നോ എന്ന് പറയാനുള്ള ഒരു വ്യഗ്രഹം നമ്മളുണ്ടാകും, ഒരു ആഗ്രഹം ഉണ്ടാകും. അതൊന്നും ശരിയല്ല. നമ്മൾ കണക്ക് കൂട്ടിയ നമ്മളിൽ രൂഢമൂലമായ ആത്മീയതയുടെ വലുപ്പം നിമിത്തം നമുക്ക് പലതും ധാർമ്മികമായി കാണേണ്ടതിനെ, ഭൗതികമായി കാണേണ്ടതിനെ, മാനസികമായി കാണേണ്ടതിനെ കാണാൻ കഴിയാതെ, ഒന്നുകൂടെ പറയുന്നു, കാണാൻ കഴിയാതെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പൂർവാസ്ഥിതിയിലേക്ക് നമ്മൾ അങ്ങ് ഉത്തംഗ സംഘം എന്നൊക്കെ പറയുന്ന ഉന്നതിയിൽ കയറിയിട്ട് പലതും തെറ്റാണെന്നും വേണ്ടെന്നും ഒക്കെ വെക്കും. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ
ഒരു 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 നിയമങ്ങളും ചട്ടങ്ങളും നമുക്കുണ്ട്. എന്തിനോടും പ്രതികരിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ വിശ്വാസ പ്രമാണമോ നമ്മുടെ വിശ്വാസമോ നമ്മൾ തന്നെ രൂപപ്പെടുത്തിയ ചില നിയമങ്ങളും നിബന്ധനകളും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സകലതിനെയും നമ്മൾ വിലയിരുത്തുന്നത്. അല്ലെ? ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നു വിചാരിക്കുന്നു. സകലതും വിലയിരുത്തുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലത് ശരിയാണെങ്കിൽ പോലും അത് അംഗീകരിക്കാനുള്ള വൈമനസ്യം നിമിത്തം എന്നൂടെ ഞാൻ പറയുന്നു, പലതും ശരിയാണെന്ന് നന്നായി അറിയാമെന്നത് കൊണ്ട് തന്നെ പക്ഷേ നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ, ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഈ പ്രെജുഡീസ് മൈൻഡ് അഥവാ ഒരു ധാർഷ്ട്യമുള്ള ഒരു തന്റേടമുള്ള മനസ്സിൽ അംഗീകരിക്കാൻ വൈമനസ്യമുള്ളത് കൊണ്ട് പലതും നമുക്ക് നോ എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞുള്ള അകലം നിമിത്തം നാളുകളിൽ പിന്നീട് ഒരുപാട് കാലം നമ്മൾ അങ്ങനെ സഞ്ചരിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒന്നുകൂടി ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചേ. നമ്മുടെ സാധാരണ ജീവിതവും നമ്മുടെ ആത്മീയതയും സന്തുലിതാവസ്ഥയിൽ പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് അപകടകരമായ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാനസിക അവസ്ഥ നമ്മുടെ ആത്മീയതയ്ക്ക് ഏറ്റവും പ്രധാനമുള്ള. ചിലർ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും, ഓ ഇന്ന് പ്രാർത്ഥിക്കാൻ ഒരു മൂഡില്ല, അല്ലേ? എന്താ ഈ മൂടെന്ന് പറയും? ഓ ഇന്നൊരു സാഹചര്യം ശരിയല്ല. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് വാഹനം കൊടുക്കുന്നു പോകുമ്പോൾ. ഇന്ത്യക്കായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വേറെ ചിന്ത വരുന്ന വണ്ടി നമ്മുടെ ബോധത്തിലാ പോകുന്നെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങൾ ഓർത്ത് ചിലപ്പോൾ നമ്മൾ ഇവർക്ക് പാട്ട് പാടും, ചിലപ്പോൾ നമ്മൾ വാക്യം പറയും, പലതും ചിന്തകൾ പറയും, പലതും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ലക്ഷ്യസ്ഥാനത്തും വരെ ഇങ്ങനെ മാറ്റിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. ചിലപ്പം അതിങ്ങനെ പ്രാർത്ഥന പല നിലയിലേക്ക് പോകാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞത്രയും ഉള്ളൂ. നമ്മുടെ ഈ ഉത്തരവാദിത്തപരമായ ഒരു ധാർമ്മിക ബോധം നമ്മളിലേക്ക് നമ്മൾ തന്നെ പരുവപ്പെടുത്തി എടുത്തില്ല എങ്കിൽ എങ്ങനെ പരുവപ്പെടുത്തണം? ഒന്നുകൂടി ഞാൻ പറയുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ഉത്തരവാദിത്തപരമായ ഒരു മാനസിക അവസ്ഥ സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു വന്നത് നമ്മൾ നേരിടുന്ന എതിർപ്പെടുന്ന വെല്ലുവിളികളോട്, ജീവിതത്തിന്റെ വെല്ലുവിളികളോട്, പശ്ചാത്തലത്തിൽ വെല്ലുവിളികളോട് എങ്ങനെ ധാർമ്മിക തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന വീക്ഷണഗതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു, ഒന്ന് നമ്മുടെ ധാർമ്മികതയാണ്, രണ്ടാമത് മാനസികം, ഇനി ശാരീരികപരമായിട്ടൊരു കാര്യം, മറ്റൊന്ന് വിശ്വാസപരമായിട്ടുള്ള കാര്യം. പലരോട് നമ്മൾ നോ എന്ന് പറയാനൊക്കെ നമുക്ക് താല്പര്യമുണ്ടെങ്കിലും ചില ബന്ധങ്ങളെ നമുക്ക് സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഉള്ളത് കൊണ്ട് പലതിനോടും നമുക്ക് നോ പറയാൻ പലപ്പോഴും മടിയ ഉണ്ടാകാറുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഓർത്ത് വന്ന ഒരു ചിന്ത, ഇങ്ങനെ കുറച്ച് സമയമായിട്ട് ഓർത്തിരിക്കുന്ന ചിന്ത അതിവിടെ പറഞ്ഞെടുത്തിട്ടേക്ക് വന്നു. ഒരു നുണ 1000 പ്രാവശ്യം പറഞ്ഞാൽ സത്യമാകുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു നുണ 1000 പ്രാവശ്യം ഉറക്കെ പറഞ്ഞാൽ സത്യമാണെന്ന് അംഗീകരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കുന്ന സത്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ പറയുന്നു. ഒരു കള്ളം, ഒരു അവാസ്തവം, ഒരു തെറ്റ്, ഒരു ശരിയല്ലാത്തത് 1000 പ്രാവശ്യവും പല ആവർത്തി പലതും പറഞ്ഞ് തേയ്മാനം സംഭവിക്കുമ്പോൾ അതിന്റെ ആ നുണയുടെ അല്ലെങ്കിൽ ആ അസത്യത്തിന്റെ, ആ കള്ളത്തിന്റെ ഈ തീവ്രത കുറഞ്ഞ് ഞങ്ങളെ ഇത് നുണയായിട്ട് മാറുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ശരിയാണ് ഞാൻ പറഞ്ഞല്ലേ? മനസ്സിലാവുന്നുണ്ടോ? സ്വതം പറഞ്ഞ എല്ലാവരും മനസ്സിലാകുന്നവര് എല്ലാവരും അല്ല. ഇനി ശ്രദ്ധിച്ചേ, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം. ഇനി നിങ്ങൾ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയും. ഇതെന്റെയൊക്കെ ഒരു വീക്ഷണമാകട്ടെ. നമ്മൾ ബൈബിൾ വിശ്വസിച്ചാൽ മതി. ബൈബിൾ ഞാൻ വ്യാഖ്യാനിക്കുന്നത് എനിക്ക് സുഖമുള്ള രീതി. ഒന്നുകൂടെ ഞാൻ പറയുന്നു, എനിക്ക് സുഖമുള്ള രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നയിക്കുന്ന രഹസ്യമോ പരസ്യമോ നയിക്കുന്ന ജീവിതത്തിന് ചോദ്യം ചെയ്യാതെ, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ രഹസ്യമായോ പരസ്യമായോ നയിക്കുന്ന എൻ്റെ ആത്മീയ ജീവിതത്തിന് ആത്മീയ ജീവിതത്തെ, അല്ല എൻ്റെ ജീവിതത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ സാധാരണ ജീവിതത്തെ
ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിൽ എന്നെ തലികത്തലോടുന്ന, എനിക്ക് കുളിർമയേകുന്ന, എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, എനിക്ക് കൂടി അഥവാ ഞാൻ അറിഞ്ഞോ അറിയാതോ ചെയ്തു പോയ ഒരു തെറ്റിനെ മറ്റാരും അറിയില്ല എങ്കിൽ പോലും എന്റെ മനസാക്ഷി കുറ്റം വിധിക്കാതെ അതെന്നെ കുറ്റം വിധിക്കുമ്പോൾ അതിനോട് നമുക്ക് കൃത്യമായിട്ട് പ്രതികരിക്കാൻ കഴിയാതെ തെറ്റാണെന്ന് സ്വയം സമ്മതിക്കുകയും പിന്നീട് ആ തെറ്റ് ആവർത്തിക്കാൻ ത്വരയുണ്ടാകുമ്പോൾ പതുക്കെ അതിനോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഏതെല്ലാം അനുമാനങ്ങളും, ഏതെല്ലാം തീരുമാനങ്ങളും, ഏതെല്ലാം വ്യാഖ്യാനങ്ങളും, ഏതെല്ലാം ആഖ്യാനങ്ങളും എനിക്ക് ബൈബിളിൽ നടത്താൻ പറ്റുമോ അതൊക്കെയാണ് ഞാൻ നടത്താൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങോട്ട് ഞാൻ ലളിതമായിട്ട് പറയാം. ഞാൻ ഉറക്കെ പറയുന്ന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് ഏറെ വേഗത്തിൽ ചെല്ലാൻ കഴിയുന്ന, എനിക്ക് സംവേദനക്ഷമമാകുന്ന, എനിക്ക് വേഗത്തിൽ ചെല്ലാൻ കഴിയുന്ന ഒരു ഇടമുണ്ടാക്കുന്ന വേദവചനങ്ങളും അല്ലെങ്കിൽ തീരുമാനങ്ങൾ, വേദപുസ്തകത്തിലെ വാക്യങ്ങളുമായിരിക്കും, ഉപദേശങ്ങളുമായിരിക്കും. എനിക്ക് നേരെ ശക്തമായി നിറയൊഴിക്കുന്ന, എന്റെ നേരെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന, എന്റെ ജീവിതത്തെ കുത്തിനോവിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരു ഉപദേശങ്ങളും എന്റെ വ്യാഖ്യാനങ്ങൾക്കോ, എന്റെ ആഖ്യാനം എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന പോലെ ലളിതമായിട്ട് പറയാൻ കഴിയുന്നതിനോ ഞാൻ വിഷയമായി എടുക്കാറില്ല. മറിച്ച് എനിക്ക് വളരെ ആയാസരഹിതമായി എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്ന, എനിക്കൊരു മാനസിക ഉല്ലാസം തരുന്നത് മാത്രമാണ് എന്റെ ഉപദേശം എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മളെല്ലാ വചനങ്ങളും ഏറ്റെടുക്കുമോ? നിങ്ങൾ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളുണ്ടോ? ഇല്ല. നമ്മുടെ സഭയിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ സഭയിൽ വന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകന്റെ എല്ലാ പ്രഭാഷണങ്ങളും, എല്ലാ പ്രസംഗങ്ങളും നമ്മൾ ഏറ്റെടുക്കുമോ? നമ്മൾ ചിലത് വരുമ്പോൾ നമുക്ക് പുള്ളിക്കൊന്ന് പറയാൻ പോലും അവസരം കൊടുക്കാതെ നമ്മളെന്ത് ചെയ്യും? അങ്ങ് ഇടപാട് തീർക്കും. പുള്ളിക്കൊരു വാക്കൊന്ന് പറയാൻ, ദൈവമക്കളെ ഞാൻ പറഞ്ഞിട്ട് സ്വത്രം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? നമ്മളങ്ങ് ഈ തെറ്റൊന്നുമില്ല കേട്ടോ, ഞാനതിനൊന്നും എതിരൊന്നുമല്ല. ഓരോരുത്തരും വിശ്വാസം, നല്ല കാര്യം. അങ്ങനെയും ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകുകയും അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ചില ഒരു മീറ്റിംഗ് ഒരു ദിവസം ഞാൻ ഒരിടത്ത് പോയിരിക്കുമ്പം, ഞാൻ ആ സർവ്വതൊന്നും പറയുന്നില്ല, വചനം പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പിടിക്കരുത്, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന കൂടെ അവരിങ്ങനെ എന്ത് ചെയ്യും? വാരിയെടുക്കും. ചിലവരിങ്ങനെ വാരിയെടുക്കുന്നതാണ്. ചിലവരെന്ത് ചെയ്യുക? ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഹൃദയത്തോട് വെക്കുന്ന, പോക്കറ്റ് ഇടുന്നു, ബാഗിനകത്ത് ഇടുന്നു. എന്തെല്ലാം പരിപാടിയാണോ അതൊക്കെ അവരെ പഠിപ്പിക്കുന്ന രീതിയായിരിക്കും. ഓക്കെ. ഇനി വേറെ നമ്മുടെ ഏറ്റവും നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ പ്രഭാഷകന്റെ ചർച്ചിൽ കടന്നുപോയ എൻ്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം. അദ്ദേഹം ഉപവാസം വെക്കുമോടെ. ഉപവാസം വെക്കുമ്പം ഭയങ്കര വർഷം രീതിയല്ല, കുറെ ചെറുപ്പക്കാരെ പിള്ളേർ രണ്ട് സൈഡ് നിൽക്കുക, രണ്ട് സൈഡ്, അതായത് വാതിലിൽ അവിടുന്ന് വഴി വരെ, വണ്ടി വന്ന് നിൽക്കുന്ന സ്ഥലം മുതൽ വഴി വരെ ആണും പെണ്ണും എല്ലാം ഇങ്ങനെ നിൽക്കുക. ഇദ്ദേഹം ഡോർ തുറന്നങ്ങ് പോകുമ്പോഴേ ഇവരെ കൂട്ടമായിട്ട് ചെന്ന് അദ്ദേഹത്തെ പൊതിഞ്ഞിട്ട് എന്ത് ചെയ്യാ? അപ്പൊ ഇതിനു മുമ്പ് എന്റെ ഈ കൂട്ടുകാരനെ കൊണ്ടുപോയാണ് അദ്ദേഹത്തിന് സുഹൃത്താണ്, ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പം ദൈവദാസ അഭിഷിക്തം വരും, അങ്ങനെയാ പറഞ്ഞു, അഭിഷിക്തം വരും, നമുക്ക് പകർച്ച വാങ്ങിക്കാൻ. എന്നെ പകർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കൂടൊക്കെ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട്, കൂടൊന്നും വേണ്ട, നമുക്ക് അദ്ദേഹത്തിന്റെ ടച്ച് ചെയ്താൽ മതി, അദ്ദേഹത്തെ പിടിച്ചാൽ മതി, അദ്ദേഹത്തെ ആലിംഗനം ചെയ്താൽ മതി, അദ്ദേഹം ഉടനെ കൈവെക്ക് നമുക്ക് പകർച്ച നമ്മളിലേക്ക് പകരും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ്, നീ പകർച്ച വാങ്ങിച്ചു, നീ ഇവിടെ ഒന്നും, ഞാൻ പോവാന്നും പറഞ്ഞു അദ്ദേഹം വെളി ഇറങ്ങി. എന്താ കാണുമെന്ന് അറിയാൻ വേണ്ടി നോക്കി നിൽക്കുമ്പം കാറ് തുറങ്ങി ഇറങ്ങി ഈ അഭിഷക്തൻ എന്ന് പറഞ്ഞ വ്യക്തി വരികയും അദ്ദേഹം കോട്ടിങ്ങനെ ഓടിയിട്ടിങ്ങനെ വീശുന്നു, ബൈബിളിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു, അദ്ദേഹത്തെ പൊതിഞ്ഞ് അങ്ങനും പെണ്ണെല്ലാം പൊതിഞ്ഞ് ഒന്നിച്ച് ഈ പകർച്ച വാങ്ങിച്ച് തുള്ളി ബഹളം ഉണ്ടാക്കി അവരങ്ങോട്ട് കയറുന്ന കാഴ്ചയാണ്. ഞാൻ പറഞ്ഞത് ഇത് തെറ്റാണോ ശരിയാണോ ഒന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട, ഓരോരുത്തർക്ക് ലഭിച്ച കൃപ അനുസരിച്ച് പോട്ടെ. ഞാൻ പറഞ്ഞ കാര്യം, നമ്മളെല്ലാം വ്യാഖ്യാനങ്ങൾക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു വലിയ ആനന്ദം നൽകുന്ന ഒരു ആത്മീയത നമ്മൾ സൂക്ഷിക്കാറുണ്ട്. പക്ഷേ ശ്രദ്ധിച്ചേ, ഇങ്ങനെ വാങ്ങിച്ച പല ആളുകളും പിന്നീട് വിശ്വാസത്തിൽ, ആ സഭയിൽ തന്നെ വിശ്വാസത്തിൽ പോലും ഇല്ലാതെ പലരും ലോകത്ത് തന്നെ വളരെ അതിദാരുണമായി മാറ്റപ്പെട്ട സംഭവവും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇപ്പം വചനമുള്ളിൽ കൃത്യമായി ചെല്ലാതെ എനിക്ക് സുഖമുള്ള നിലയിൽ, എനിക്ക് ഇഷ്ടമുള്ള നിലയിൽ ഞാനത് വ്യാഖ്യാനിക്കുകയും
പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത. അതാണ് വാസ്തവത്തിൽ നമ്മളെ അങ്ങനത്തെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഉത്തരവാദിത്വപരമായ അഥവാ ഒരുവൻ ജീവിക്കുന്ന പശ്ചാത്തലത്തിലുള്ള വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് വളരെ ആയാസരഹിതമായി തീർക്കാൻ കഴിയുന്ന ധാർമ്മിക തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ് ഈ എത്തിക്സിന്റെ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, സിറ്റുവേഷൻ എത്തിക്സ് മറ്റൊന്നാണ് സാന്ദർഭികമായ ധർമ്മശാസ്ത്ര രീതി. സിറ്റുവേഷൻ എത്തിക്സ്, SITUATION, സിറ്റുവേഷൻ എത്തിക്സ്, ETHICS. ശ്രദ്ധിച്ചേ, നമ്മുടെ എല്ലാം ഇഷ്ടമനുസരിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള ഒരു 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 ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെയാണ് വാസ്തവത്തിൽ ഒരു പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ധർമ്മശാസ്ത്ര രീതി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകാനോ നമ്മുടെ പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ ഏതൊരു പശ്ചാത്തലത്തിലാണോ അത് സംഭവിക്കുന്നത്, അതിന്റെ പ്രതലം എന്താണോ അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണോ അതനുസരിച്ച് നമ്മളുടെ പ്രതികരണം ഉണ്ടാക്കുക എന്നത്. ഇത് പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അഥവാ പേഴ്സണാലിറ്റി അപ്രോച്ച്, വ്യക്തിപരമായ ഒരു സമീപനം. എങ്ങനെ നമ്മൾ ഏതൊരു പ്രതലത്തിലാണോ ഏതൊരു അവസ്ഥയിലാണോ നിൽക്കുന്നത്, പശ്ചാത്തലത്തിലാണോ നിൽക്കുന്നത്, അതിനോട് വളരെ സാധാരണ പാലിക്കാനുള്ള വ്യക്തിപരമായ ഇടപെടലുകൾ വഴി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു 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 നീതിശാസ്ത്ര ബോധം. വാസ്തവത്തിൽ ഇതൊരു കരുതൽ കൂട്ടി തീരുമാനമെടുത്ത് കുറെ നാളുകളായി ചിന്തിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്കൊക്കെ തീരുമാനങ്ങൾ പലതരത്തിലാണ്, പ്രതികരണങ്ങൾ പലതരത്തിലാണ്. ഒന്ന് വളരെ ഓട്ടോമാറ്റിക്കലായി നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. ഒരു ബിബ്ലിക്കൽ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ എത്തിക്കൽ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ സ്പിരിച്വൽ മാനിഫെസ്റ്റോ നമുക്കുണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. ഒരു മാഗ്ന കാർട്ട ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രകടന പത്രിക നമുക്കുണ്ട്. നമുക്ക് ചിലപ്പോൾ ഇലക്ഷനാണ്, എല്ലാ വീടുകളും കൊണ്ടുപോയി ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എല്ലാം പറഞ്ഞ് എന്ത് ചെയ്യുക, കണക്കാത്തൊരു 1000 കാര്യങ്ങൾ എഴുതി നടപ്പിൽ വരുത്തുമെന്ന് പറയുന്ന ഒരു പ്രകടന പത്രിക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം ആത്മീയത സൂക്ഷിക്കുന്നതും ആത്മീയത നയിക്കുന്നതും ദൈവവുമായും സമൂഹമായും വ്യക്തികളായും അവരനായിട്ടും അയൽക്കാരനായിട്ടും അനുചരനായിട്ടും ഒക്കെ നമ്മൾ എപ്പോഴും പാലിക്കുന്ന ബന്ധപ്പെടാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രകടന പത്രികയുണ്ട്. എനിക്ക് ഇതാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ വരുമ്പം, ഉദാഹരണത്തിന് ഈ ഡിസംബർ ആണല്ലോ, ഞങ്ങളുടെ വീടിന്റെ അപ്പുറം ഇപ്പുറം വന്ന് ക്രിസ്മസുകാർക്ക് പിള്ളേർ പാട്ട് പാടും. അവിടെ പാടുന്ന മുഴുവൻ സിനിമാ പാട്ടും രീതിയിലുള്ള പാരൽ പാട്ടുണ്ട്. ശ്രദ്ധിച്ചേ, പാരൽ പാട്ടാണ് മുഴുവൻ പാടുന്നത്. ഞങ്ങളുടെ വീടിന്റെ അങ്ങോട്ട് വന്ന ഉടനെ അവര് പെട്ടെന്ന് പാട്ടങ്ങൾ മാറ്റും. അന്നേരം പാടുന്നത് എന്ത് വിഷയമാണ് നമ്മുടെ, അല്ലേ? ശരിയല്ലേ? അന്നേരം ഒരു പാടും അക്കരയ്ക്ക് യാത്രയും സിയോൻ സഞ്ചാരം. ക്രിസ്മസ് പാട്ട് യാതൊരു ബന്ധവും ഇല്ല, അല്ലേ? അപ്പൊ അവിടെ നിന്നിരുന്ന് കമ്പരടിച്ച് നമ്മളെ പാട്ട് പാടുന്ന ഒരു ഭയങ്കര പാട്ട്, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടണ്ട. ഇപ്പൊ ഞങ്ങളെന്നെ ചെന്ന് നിർത്തിയിട്ട് പറയാം, മോനെ മറ്റേ ക്രിസ്മസ് പാട്ട് പാടണം, നല്ലൊരു പാട്ട് പാടും പറഞ്ഞ് അവിടെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മൗനമായിട്ടോ നമ്മുടെ പ്രതികരണങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും നമ്മൾ കാഴ്ചവെക്കുന്ന, നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു പ്രകടന പത്രികയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശ്രദ്ധിച്ചേ, അതുകൊണ്ട് തന്നെ സമൂഹത്തിനൊരു ബോധ്യമുണ്ട്, ഒരു തിരിച്ചറിവുണ്ട്. അവരോട് ഇന്നതേ പറ്റൂ, അവർക്കിന്നതേ പറ്റൂ, അവരോട് ഇങ്ങനെ പറ്റൂ, അവർക്കിന്നതേ പറയാം.
അതുകൊണ്ടാണ് നമ്മളൊക്കെ എവിടെ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒച്ച കൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് പറയാം, നിങ്ങൾ ബന്ധക്കോസുകാരല്ലേ. അപ്പൊ ആദ്യം പറയുന്നത് സൗണ്ട് പോയി ബസ്, സൗണ്ട് പോയി. സൗണ്ട് പോയോ? കേൾക്കാമല്ലേ? കേൾക്കാം കേൾക്കാമോ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെല്ലാം ഒരു മാഗ്നാ കാർട്ടയിൽ അല്ലെങ്കിൽ ഒരു പ്രകടന പത്രയിൽ ജീവിക്കുന്നവർ. എന്താ പറഞ്ഞ ഉദാഹരണം എല്ലാം കേട്ടു വിചാരിക്കുന്നു. നമ്മുടെ വീടുകളിൽ വന്ന് ക്രിസ്മസ് പാടുന്ന ആളുകള് ഈ പാരഡി പാട്ടുകൾ പാടാതെ ഞങ്ങളവിടെ പറഞ്ഞു 1 യേശു 2 യേശു 3 യേശു 5 യേശു എഗ്ദോത്തി എന്നുള്ള ഒരു പഴയ ഹിന്ദി പാട്ടിന്റെ രീതിയിൽ 1 യേശു 2 യേശു 3 യേശു 5 യേശു ആ പാട്ടോട് പാടത്തില്ല. നമ്മളവിടെ വന്ന് എന്ത് ചെയ്യാ, അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ സഞ്ചാരി എന്നുള്ള പാട്ടാ പാടും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം സമൂഹത്തിൽ നിന്ന് ഉറക്കെ പറയാൻ അങ്ങനെ ആളുകൾ പറയും, എന്താ നിങ്ങൾ ഇന്ന ആളുകളല്ലേ, നിങ്ങൾ ഇന്നോരല്ലേ, നിങ്ങൾക്ക് ഇന്നതല്ലേ പറ്റും, നിങ്ങൾക്ക് ഇതേ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചേ, നമ്മൾ മുൻപോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ, നമ്മൾ മുൻപോട്ട് വെക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങൾ, ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്കാരം, ആ സംസ്കാരത്തിലൂടെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ശരിയോ തെറ്റോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാന്ദർഭികവശാൽ നമുക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ച് പരുവപ്പെട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്ന് ഇത് ഇത്തരത്തിലുള്ള ഉപദേശപരമായ വിഷയം. ഇതാണ് വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു. ഈ ധാർമ്മിക ഉപദേശത്തിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് സ്നേഹം എന്ന് പറയുന്ന ഒരു ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെല്ലാം മുൻപോട്ട് പോകുന്നത്. അപ്പം സാന്ദർഭികമായിട്ടുള്ള രീതിയിൽ നമുക്ക് സിറ്റുവേഷൻ എത്തിക്സ് എന്ന് പറഞ്ഞാൽ സാന്ദർഭികമായ ധർമ്മശാസ്ത്രം അഥവാ വ്യക്തിപരമായ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇനി അടുത്തത് പശ്ചാത്തല അധിഷ്ഠിതമായ രീതി, കോണ്ടസ്റ്റൽ മെത്തേഡ്. ഈ പശ്ചാത്തല അടിസ്ഥാനത്തിലുള്ള രീതി ഒരു പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം, പെട്ടെന്ന് ഞാൻ നിർത്താം. ശ്രദ്ധിച്ചേ, ഈ പശ്ചാത്തല അധിഷ്ഠാന രീതി അഥവാ കോണ്ടസ്റ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് ഈ വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സമൂഹത്തിന് എന്ത് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ, ശരികൾ, അതാണ് ശരി, അതാണ് എന്റെ ശരിയായ ഒരു പദം. നമ്മൾ മുൻപോട്ട് വെക്കുന്ന ശരികൾ ആരുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഏറെ പ്രാധാന്യം. നമ്മൾ സുവിശേഷം പങ്കുവെക്കുന്ന ആളുകളാണ്. നമ്മൾ സുവിശേഷം പങ്കുവെച്ചാൽ ആ പങ്കുവെക്കുന്നതിലൂടെ ഉണ്ടാകുന്ന മാനസാന്തരം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യമായ പരിഷ്കരണം കൂടി ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ പങ്കുവെക്കുന്ന ഈ സുവിശേഷ സന്ദേശങ്ങൾ കേവലം മനോരമ വായിച്ചു വിടുന്നത് കൂടി മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമുക്കെല്ലാം ആത്മാവിനെ കുറിച്ച് വലിയ ഭാരമാണ്, അല്ലെ? ആത്മാവിനെ കുറിച്ച് വലിയ ഭാരമാണ്. പക്ഷേ ഈ ആത്മാവ് കുടികൊള്ളുന്ന ദേഹത്തെ നമ്മൾ എത്രത്തോളം പരിഗണിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഞങ്ങളുടെ അടുത്തൊരു സഭയുണ്ട്, എല്ലാ വർഷവും 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ മുടക്കി ഭയങ്കര കൺവെൻഷൻ വെക്കും. ഭയങ്കര കൺവെൻഷൻ വെച്ച് ആരെങ്കിലും രക്ഷിക്കപ്പെട്ട സഭയിലോട്ട് ചെന്നാൽ ആദ്യത്തെ ആഴ്ചയിൽ അവർ നോക്കും, 2ാമത്തെ ആഴ്ച ചോദിക്കും എന്താ വന്നതിന് പ്രത്യേക ഉദ്ദേശം വല്ലതും ഉണ്ട്. അവർ പറഞ്ഞു ഇന്നലെ ഞങ്ങൾ കൈമുക്കിയായിരുന്നു, എന്നാലും ഒരു കാർഡ് കിട്ടിയായിരുന്നു, കാർഡ് നമ്മൾ എഴുതി പൂരിപ്പിച്ചു കൊടുത്തായിരുന്നു, വിളിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞായിരുന്നു, അങ്ങനെ വന്നതാണെന്ന് ഉടനെ അവർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് 3ാമത്തെ ആഴ്ചയിൽ അവർ മൊത്തം പഠനം കഴിഞ്ഞ് വിവര വിശകലനം നടത്തിയ ശേഷം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അയ്യോ നിങ്ങളുടെ സഭ ഇതല്ല കേട്ടോ, നിങ്ങളുടെ സഭ അപ്പുറയാ, ഈ 4 ലക്ഷം രൂപ മുടക്കി യോഗം വെച്ചിട്ട് വലിയ കാര്യമുണ്ട്. ആലോചിച്ച് നോക്കി, നമുക്ക് ആത്മാവിന് എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് പറഞ്ഞാൽ സർവ്വലോകത്തെക്കാരും വിലയാണ്. പക്ഷേ ആത്മാവ് കുടികൊള്ളുന്ന ദേഹം അതിനെ പരിഗണിക്കുന്നില്ല എങ്കിൽ നമ്മൾ നൽകുന്ന സന്ദേശം കേവലം അധരചർവണം മാത്രമാണ്, കേവലം വായ്ത്താരികൾ മാത്രമാണ്. നമ്മുടെ കർണപിടങ്ങൾക്ക് ആസ്വാദികരമാകുന്ന ചില
മേളക്കൊഴുപ്പുകൾ മാത്രമാണ് നമ്മുടെ സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ഈ പശ്ചാത്തല ധർമ്മശാസ്ത്ര ബോധരീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉന്നയിക്കുന്ന, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികത അഥവാ നന്മ അഥവാ ശരി ആരുടെ പക്ഷത്താണ്, ആർക്ക് വേണ്ടിയാണ്, അതിന്റെ പ്രതിഫലനം എന്താണ്, അതിന്റെ പ്രതികരണം എന്താണ്, ഏതൊരു വ്യക്തിയെ, ഏതൊരു സമൂഹത്തെ ആർക്ക് വേണ്ടിയാണ് എന്നൊരു ചോദ്യം കൃത്യമായി ഉന്നയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലേ? നമ്മൾ സുവിശേഷം പങ്കുവെക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഇന്നത്തെ സകല സുവിശേഷ പ്രഭാഷണങ്ങളിൽ നിന്നും വേദികളിൽ നിന്നും ക്രിസ്തുവോ പാവമോ അല്ലെങ്കിൽ ക്രിസ്തു സന്ദേശമോ കുരിശോ എല്ലാം എന്ത് ചെയ്തു? പോയിരിക്കുക. ഇന്ന് നമ്മുടെ സന്ദേശങ്ങൾ നിങ്ങൾ ലളിതമായിട്ട് ചിന്തിച്ചു നോക്കി. നിങ്ങൾ എത്രയോ യൂട്യൂബിൽ എത്രയോ ആളുടെ പ്രസംഗം കേൾക്കുന്ന ഒരു വലിയ കൺവെൻഷനിൽ പരസ്യമായി യോഗം വെച്ചിട്ട് വലിയ സംശിഷ്ടവും വലിയ മേളക്കൊഴുപ്പും ഉണ്ടാക്കിയിട്ട് എത്ര പേരോട് സത്യസുവിശേഷം എന്ന് പറയുന്ന, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഈ സുവിശേഷം എടുത്തുകൊണ്ട് ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ഉയർത്തിപ്പറഞ്ഞ, വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ സുവിശേഷ സന്ദേശങ്ങൾ എത്ര പേര് പറയുന്നുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. എത്ര പേര് പറയുന്നുണ്ട്, എത്ര പ്രഭാഷകര് പറയുന്നുണ്ട്. ഇനി പിന്നെ നമുക്ക് പ്രഭാഷകരെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലേക്ക് അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞു. എന്നിട്ടും വിളിക്കുന്നവരുണ്ട്. പോട്ടെ, വിളിക്കട്ടെ, നല്ല കാര്യം, പോട്ടെ, നമ്മളെ ചിന്ത അതല്ലല്ലോ. നീ ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ പങ്കുവെക്കുന്ന സത്യം, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ശരി, ഞാൻ പറയുന്ന ശരി, എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു കേൾവിക്കാരന്റെ പ്രതികരണത്തിന് എന്ത് പ്രതികരണം ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമാണ്. എന്റെ ശരി മറ്റുള്ളവർക്ക് ശരിയാകണമെന്നില്ല. എന്റെ ശരി മറ്റുള്ളവർക്ക് കൂടി ശരിയാകണമെന്നുണ്ടെങ്കിൽ എന്റെ ശരിയിൽ ഞാൻ ശരിയാകുക എന്നുള്ളത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? എന്റെ ശരി, ഞാൻ പറഞ്ഞ സന്ദേശം, ഞാൻ പറഞ്ഞ സത്യം മറ്റുള്ളവർക്ക് സത്യമായി തീരണമെങ്കിൽ, മറ്റുള്ളവർ കൂടി അംഗീകരിക്കണമെങ്കിൽ ആ ശരിയിൽ എന്റെ ജീവിതം കാണണം എന്നുള്ളതാണ്. ഞാൻ പണ്ട് പറഞ്ഞ ഒരു സംഭവം കൂടി പറയട്ടെ. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞുകൊള്ളാൻ തോന്നുന്നു. ലക്നൌവിൽ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ ട്രാക്ട് കൊടുത്ത കൂട്ടത്തിൽ അവരോട് പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞു, യേശു ഞങ്ങൾക്കറിയാം, യേശു എന്ന് പറഞ്ഞ ആൾ ഞങ്ങളുടെ ഗ്രാമത്തിനുണ്ട്, ഞങ്ങളുടെ ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ടെന്ന്. അവർ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഉൾഗ്രാമങ്ങളിൽ പോയപ്പം ഒരു ചെറിയ കൂടാരത്തിനുള്ളിൽ കാവി വേഷധാരിയായ, താടി വളർത്തിയ പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു മലയാളി, മാത്യു, പാറാക്കാരൻ മാത്യു എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തെയാണ് ഇവർ യേശു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് എന്ത് ചെയ്തത്, ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്താണെന്നറിയാമോ? ഇദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആ ലക്നൌവിലേക്ക് സുവിശേഷമായി പോയ ആളാണ്. അദ്ദേഹം അവിടെ ചെന്നു ആ ഗ്രാമത്തെ ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ അത് അവരോട് പങ്കുവെച്ചു, അവരെ പോലെ ജീവിച്ചു, അവർക്ക് വേണ്ടി ജീവിച്ചു, അവർക്ക് പങ്കുവെക്കാനുള്ളതെല്ലാം പങ്കുവെച്ചു. ചുരുക്കം പറഞ്ഞാൽ അവരിൽ ഒരാളായി ജീവിക്കുകയും താൻ പങ്കുവെച്ചിട്ടുള്ള സത്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ സമൂഹം അദ്ദേഹത്തിന് താൻ പങ്കുവെച്ച സന്ദേശത്തിന്റെ പേര് നൽകി ഞങ്ങളുടെ ഇടയിൽ യേശു ഉണ്ടെന്ന് എന്ത് ചെയ്തു, അദ്ദേഹത്തെയാണ് അവർക്ക് മനസ്സിലാക്കാൻ ഇടയായത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നു. അപ്പോൾ നമ്മൾ ഉയർത്തുന്ന ശരി, അത് ഉയർത്തുന്ന ശരിയുടെ ആ നിലപാടുകൾ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം. ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, അതിന് ഉത്തരങ്ങൾ, അതിന് ശരികൾ, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി മറ്റുള്ളവർക്ക് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറെ പ്രധാനമാണ്. ഇനി അവസാനത്തെ കാര്യം, ആറാമത് വിമോചന, ലിബറേഷൻ എത്തിക്സ് എന്ന് പറയുക. വിമോചന ധാർമ്മിക ഉപദേശം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ വ്യവസ്ഥിതിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു ധാർമ്മികമായ നീതിബോധം അഥവാ അനീതി, അസമത്വം തുടങ്ങി നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ള ചിന്തയിൽ ശ്രദ്ധിക്കണം. ദൈവം എന്ന് അവരുന്നയിക്കുന്ന വാക്കിത, ഈ ഭാഗത്ത് ഉന്നയിക്കുന്ന ചിന്ത ഇതാണ്: ദൈവം വിമോചകനാണ്. അങ്ങനെയാണെങ്കിൽ വിമോചന പ്രക്രിയയിൽ സഭ പങ്കെടുക്കണം. എങ്ങനെ? മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇവിടുത്തെ വൈജാത്യങ്ങൾ, ഇവിടുത്തെ നിറത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ ഒക്കെ പേരിൽ ജനിച്ചു വീണ കുലത്തിന്റെയൊക്കെ പേരിലുള്ള വൈജാത്യങ്ങൾക്ക് ഒരു ഏറ്റക്കുറച്ചിലുണ്ടായി
സമാനന്മാരായി ജീവിക്കാൻ കഴിയുക എന്നുള്ളൊരു ബോധം. അതോടൊപ്പം തന്നെ സ്ത്രീ വിമോചനം, സ്ത്രീ സമത്വം, അതിൽ സമൂഹത്തിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു നീതിബോധം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് മുമ്പാകെ എല്ലാവരും സമന്മാരാണല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ് നമ്മളെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവർ. നമ്മുടെ എല്ലാം ഉള്ളിൽ നമ്മളൊക്കെ ഒരു ആത്മീയതയിലേക്ക് നമ്മളൊക്കെ ആത്മീയരായി ജീവിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ വെച്ച് പുലർത്തുന്ന ചില കാഴ്ചപ്പാടുകളും ചില മാനദണ്ഡങ്ങളും നമ്മൾ എത്ര ഇതാണെന്ന് പറഞ്ഞാൽ പോലും നമ്മളൊക്കെ കർത്താവ് വരുമ്പോൾ ഇപ്പം കാഹളനാദം ഇപ്പോൾ നമ്മൾ പറക്കാനിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്ക് പലതിനോടും മുടി ചൊല്ലാൻ വിട ചൊല്ലാൻ പലപ്പോഴും നമുക്ക് ഒരു വൈമനസ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് എനിക്കും നിങ്ങൾക്കും എല്ലാം. എന്നാൽ വാസ്തവത്തിൽ നമ്മളെല്ലാം ഒരു 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 തത്വം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ ഒന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എനിക്കുണ്ടായ അനുഭവം, ഞാൻ പഠിപ്പിച്ച ഒരു സഹോദരൻ, നമ്മുടെ സഹോദരൻ എൻ്റെ ഒരു സ്റ്റുഡന്റ്, എൻ്റെ ഒരു ദേവദാസൻ, അദ്ദേഹം സഹോദരൻ എന്ന് പറയാൻ പാടില്ല, ദേവദാസൻ, അദ്ദേഹം സഭാ ശുശ്രൂഷ എടുത്തു. ഇപ്പം ഒരു 3 വർഷം നമ്മുടെ കൂടെ ഈ പരസ്യവും നടത്തി പ്രസംഗിക്കാൻ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ എപ്പോഴും നമ്മോടൊപ്പം നമ്മൾ സഞ്ചരിക്കാൻ അനുവദിക്കുന്നു, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, പ്രസംഗിപ്പിക്കുന്നു. ഇങ്ങനെ കൊണ്ട് നടന്നവരാണ്. അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഞാൻ പ്രസംഗിച്ചു, KC യോണ് ഞാൻ വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം നടത്തിയ ഒരു ഒരു കൺവെൻഷന് ഞങ്ങളെ ടീമാണ് പാട്ട് പാടിയത്. പാട്ട് പാടാൻ വേണ്ടി നമ്മൾ രാവിലെ നേരത്തെ ചെല്ലും. ഈ പാട്ടുകാരാണല്ലോ നേരത്തെ ചെല്ലുന്ന ആളുകൾ. തലയാവസം അല്ലെങ്കിൽ വെളുപ്പിന് അവിടെ ചെല്ലും. മൈക്കുമെല്ലാം വെച്ച് കെട്ടി നമ്മളവിടെ പാടാൻ വേണ്ടി ഇരിക്കും. പാട്ട് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ മൊത്തം പ്രസംഗകര് അവര് 9 മണിക്കും വരാം, 7 മണിക്ക് 7 വന്നിട്ട് എന്ത് ചെയ്യാൻ, ഉടയാതെ വന്നിരുന്നാൽ മാത്രം മതി. പിന്നെ പ്രസവം കഴിഞ്ഞ് പോകുന്ന നേരത്ത് അവർക്ക് ലാവിഷായിട്ട് ഭക്ഷണം, അതുപോലെ തന്നെ പിന്നെ കൈമടക്കും എല്ലാം നല്ല മാന്യമായിട്ട് യാത്ര ചെയ്യിക്കുകയും ചെയ്യും. കല്യാണത്തിൽ നോക്കിയേ പാട്ടുകാരും ഭിക്ഷക്കാരുമാണ് ഏറ്റവും അവസാനത്തിരിക്കുന്നത്, അല്ലേ? പാട്ടുകാരെന്ന് പറഞ്ഞ ഒരു സെക്കൻഡറി ആയിട്ട് അന്നൊന്നും കാണുന്ന നമ്മുടെ സമൂഹമാണ്. പോട്ടെ, ഞാനതിനെ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ രാവിലെ മുതൽ ഈ പണിയാൻ കഴിഞ്ഞ് ഇങ്ങനെ അത് ചെയ്യുന്ന ബോക്സ് വെക്കുന്നു, അത് ചെയ്യുന്നെല്ലാം കണ്ടപ്പം കുമ്പനാട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാള്. അപ്പം പുള്ളി ജസ്റ്റ് BTC കഴിഞ്ഞ് ഇറങ്ങിയത്. BTC കഴിഞ്ഞ് ഇറങ്ങി പുള്ളി പാണ്ടൊക്കെയും ചെയ്ത് വന്ന സഭയിൽ ഒരു ആളാണ്, ദിവ്യദാസനാണ്. അദ്ദേഹം കുമ്പനാട്ട് പഠിച്ച് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം അദ്ദേഹം അവിടെ വന്നിരിപ്പുണ്ട്. അപ്പം ഈ നമ്മുടെ ദേവദാസൻ, എന്നെ വിളിച്ച ദേവദാസൻ, അദ്ദേഹം എന്നെ സാറേ അങ്ങോട്ട് പോയപ്പോൾ വെച്ചാൽ മതി സാറേ, നമുക്ക് ഇവിടെ വെക്കാം. ഇങ്ങനെയൊക്കെ ഈ പുള്ളിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട്. ഈ സാറേ ഞാനാണെ ബോക്സ് പിടിക്കുന്നതിനിടയ്ക്ക് പറയാതെ വെച്ചാൽ മതി, ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ബ്രദറിന്റെ പേരെന്നാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞ ബ്രദറിന്റെ എൻ്റെ പേര് ഷാജൻ. പിന്നെ എന്തിനും ഇടയ്ക്ക് ഈ പുള്ളിക്കാരൻ പറഞ്ഞു, സാറേ വെള്ളം കുടിക്കാൻ പറഞ്ഞ വെള്ളം കുടിച്ചിരിക്കും. വീണ്ടും ഇദ്ദേഹം ചോദിച്ചു, ബ്രദർ ശുശ്രൂഷയുണ്ടെന്ന് ചോദിച്ചു. സഭായാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, സഭായാറില്ല. അപ്പം ബ്രദറിന്റെ പൊതു ശുശ്രൂഷയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, പൊതു ശുശ്രൂഷയല്ല, ഒരു ശുശ്രൂഷ പഠിപ്പീര്. ഞാൻ പറഞ്ഞു ഒരു ശുശ്രൂഷയുള്ളൂ, പാട്ടൊക്കെ പാടും, ഒരു ശുശ്രൂഷ, പൊതു ശുശ്രൂഷയില്ല. പിന്നെ ഈ പുള്ളി ബ്രദറ്, ഞാൻ ചോദിച്ചത് ദിവദാസൻ എവിടെയാണ്? ഞാൻ അവിടെ നിന്ന് BTC കഴിഞ്ഞിപ്പം കുമ്പനാട്ടിൽ ഇറങ്ങിയത്. പുള്ളി ഇങ്ങനെ ബ്രദറെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഷാജൻ ആണ്. കുറച്ച് കഴിഞ്ഞാൽ പുള്ളി അങ്ങ് വയലന്റ് ആയി. പുള്ളി അങ്ങ് നമ്മളങ്ങ് പുച്ഛിക്കുന്നത്. പുള്ളി പിന്നെ മൊത്തം ബ്രദർ. ഞാൻ അവസാനം എനിക്കങ്ങ് സങ്കടം കൊണ്ടോ ദേഷ്യം കൊണ്ടോ പെട്ടെന്ന് ഞാനങ്ങ് പ്രതികരിച്ചു. ഞാൻ പോകാൻ പറഞ്ഞു. നീ ഇന്നലെ BTC കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ ഇവിടെ സകല ആളുകളും ബ്രദർ. എന്നാ ബ്രദർ? മാന്യമായിട്ട് നല്ലൊരു പേര് നമുക്കെല്ലാം ഉണ്ട്, അതെങ്കിൽ വിളിച്ചാൽ മതി. ബ്രദറും ഇല്ല, ഒന്നുമില്ല. ഇനി ബ്രദറെ വിളിച്ചതിൽ പ്രതിഷേധമല്ല, മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ ഒരു പ്രിജുഡീസ് മൈൻഡ് എപ്പോഴും എന്ത് ചെയ്യാം, വെളിപ്പെട്ടു. ലളിതമായിട്ട് പറഞ്ഞ ചില ഫ്രോഡ്,
നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ ആളോട് ഇതേ പറ്റൂ, ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നും ആ ആളോട് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നും വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാം ഒരു അപ്പത്തിന്റെ അംശങ്ങളെന്ന് പറയുന്ന ആളുകൾ കൃത്യമായി നമ്മൾ ഏതൊരു വ്യക്തിയും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള, ഞാനിപ്പം തുറന്നെന്ന് പറയുക, റജി ശാസ്താംകോട്ട ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 3 വർഷം ഞാൻ പഠിപ്പിച്ചൊരാണ്. അദ്ദേഹം അത് പറയില്ല എന്നുള്ളത് വാസ്തവം. പറ്റേ ഈ യൂട്യൂബിൽ കിടക്കും, അത് ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഇത് അദ്ദേഹത്തെ ഞാൻ പഠിപ്പിച്ച. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ പോലും നമ്മള് പിന്നെ പിള്ളേരെ തന്നെ ഒന്നെങ്കിൽ മോനെന്ന് വിളിക്കുക, അല്ലെങ്കിൽ ദൈവദാസനെന്ന് മാത്രമേ നമ്മൾ വിളിക്കാൻ പാടുള്ളൂ. കാരണം ദൈവം അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെ എന്ത് ചെയ്യാം, ഈ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് ആളെ അളക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ നീതിബോധവും ചിലപ്പോൾ എന്ത് ചെയ്യാൻ വേറൊരു പ്രതികരണമായി മാറാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് നാളുകളിൽ നിങ്ങളെങ്കിലും പോകുമ്പോൾ ഒന്നെങ്കിൽ ദൈവദാസനെന്നോ ദൈവദാസിയെന്നോ വിളിക്കാൻ ശ്രമം നടത്തുക. ഇല്ലെങ്കിൽ ബ്രദർ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിനൊരു വളരെ ലളിതമായിട്ടുള്ള ഒരു സാരല്യമുള്ള സരസമായ വളരെ എന്താണ് പറയുന്നത്, ആകർഷണ തോന്നിക്കുന്ന സൗന്ദര്യമുള്ള, എനിക്ക് ആ ഭാഷ എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മൾ ഒരാളെ വിളിക്കാൻ കുറച്ച് സൗന്ദര്യമുള്ള നിലയിൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ വേഗത്തിൽ നമുക്ക് അവരുമായിട്ട് ഒരു സന്ധി സംഭാഷണം നടത്താൻ പറ്റും. നമ്മുടെ ഭാഷയിൽ വളരെ കഠിനമായ വാക്കുകളും എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നത് ഞാനെന്ന വ്യക്തിയാവുമ്പോഴാണ് പലർക്കും നമ്മളെ ഉൾക്കൊള്ളാനുള്ള മടി കൊണ്ട് നമുക്ക് പല വാതിലുകളും നമ്മുടെ മുമ്പിൽ കുട്ടി അടയ്ക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, ഈ ധർമ്മശാസ്ത്ര ചിന്ത നിങ്ങൾ ഇവിടെ നമുക്ക് ഇതിന്റെ ഇന്റർവ്യൂ അവസാനിപ്പിച്ച് അടുത്ത ആഴ്ച നമുക്ക് പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്ത പഠിക്കാം, ധർമ്മശാസ്ത്ര ചിന്തകൾ പഠിക്കാം. എങ്കിലും അവസാനമായ ഒരു ഗുണദോഷം പോലെ ഞാൻ പറയട്ടെ, നമ്മൾ എപ്പോഴും ക്രിസ്തുവിനെ മുഖം ചുമക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഉപദേശങ്ങളാകട്ടെ, നമ്മുടെ ചിന്തകളാകട്ടെ, നമ്മുടെ വാക്കുകളാകട്ടെ, നമ്മളിൽ എപ്പോഴും ഒരു ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സൗന്ദര്യമുള്ള, നമുക്ക് വളരെ മധുരമുള്ള വാക്കുകളിലൂടെ അഭിസംബോധന മറ്റുള്ളവരെയെങ്കിലും അഭിസംബോധന ചെയ്യാൻ കഴിയട്ടെ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയണം. ഈ ധർമ്മോപദേശത്തിന്റെ ഈ ഇൻട്രോഡക്ഷൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാൻ നാളെ നമുക്ക് നോട്ടിട്ടേക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വളരെ ശക്തമായി കർത്താവിന് വേണ്ടി വീണ്ടും പ്രയോജനപ്പെടുവാൻ ദൈവം കുടുംബമായി അവരെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാളെയും നമ്മുടെ ഈ ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ മാസമൊക്കെ എല്ലാവരും ക്രിസ്മസും ഒക്കെ കൊണ്ട് തിരക്കായതുകൊണ്ട് നാളെയും നമ്മുടെ ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് പിരിയാം. അവസാനമായി പ്രിയ പാസ്റ്റർ KA ഡേവിസ് കുന്നംകുളം പ്രാർത്ഥിച്ചാട്ട്. കടന്നു പോകാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് ഒരിക്കൽ സ്തോത്രം. കർത്താവെ ദൈവവചന ക്ലാസ് പഠിക്കുവാൻ കർത്താവ് തന്റെ മക്കൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിച്ചുവല്ലോ, അവിടുന്ന് ശക്തീകരിച്ചുവല്ലോ. അതിനായി നന്ദിയോടെ സ്തോത്രം. ക്ലാസ് എടുത്ത പ്രിയ സാറിനെ കർത്താവിന്റെ കരളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രത്തോളം ഭംഗിയായി കർത്താവ് ഹൃദയങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കുവാൻ കർത്താവോളം പ്രിയദേവദാസൻ ശ്രമിക്കുവാൻ അതൊക്കെ ഇടയായി തീർന്നത് പരാജയപ്പെടാതെ വണ്ണം ഹൃദയത്തിന്റെ മാംസപാലകളിൽ കർത്താവെ അത് എഴുതി ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അത് കർത്താവെ പ്രാവർത്തികമാക്കുവാൻ, അനുസരിക്കുവാൻ, അതിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ അവിടുന്ന് കൃപ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് കേട്ട് പഠിച്ച എല്ലാ ദേവദാസന്മാരെ, ദേവദാസിമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ എല്ലാം അങ്ങയുടെ കയ്യിലേക്ക് തരുന്നു കർത്താവെ. വചനം ഹൃദയത്തിൽ ആലിൽ ഉറച്ചിരിക്കുവാൻ തക്കണം ഇടയായി തീരട്ടെ. അത് മറന്നുപോകാൻ ഇടയാകാതെ വണ്ണം അത് ഓർമ്മപ്പെടുത്തുവാൻ കൃപ പകരേണ്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ കർത്താവിന്റെ മഹത്വ പ്രവർത്തിക്കത് കാരണമായിട്ട് മാറി, കർത്താവിന് ഉയർത്തുന്നതിനായിട്ട് മാറി സ്വർഗം സഹായിക്കുമാറാകണം. ലാലി സാറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ ഫാക്കൽറ്റിയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം സഹായിക്കുമാറാകണം. വീണ്ടും ഞങ്ങൾ കാണുവരെയും തങ്കച്ചിറകളിൽ കാത്തു പരിപാലിച്ചാട്ടെ. യേശുവിന്റെ വിലയേറിയ നാമം തന്നെ. ആമേൻ, 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 ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മുടെ ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. രാത്രിയിലും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു എല്ലാവർക്കും. കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.